കോഴിക്കോട് വടകരയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം. സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ ഗോപു കൃഷ്ണനെയാണ് ആറംഗ സംഘം ആക്രമിച്ചത്. 2 നഴ്സുമാർക്കും പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ ഗോപു കൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തിനാണ് ഈ ഡോക്ടർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്? തീർച്ചയായും ഇപ്പോൾ പ്രാഥമികമായി ഈ യുവാക്കൾക്ക് ഡോക്ടറോടുള്ള ഈ ഗോപകൃഷ്ണൻ എന്ന ഡോക്ടറോടുള്ള എന്തോ വ്യക്തി വൈരാഗ്യമാണെന്നാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും വൈകിട്ട് 3 മണിയോടെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഈ ഗോപകൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ഗോപകൃഷ്ണൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ നഴ്സുമാർക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. 2 വർഷത്തോളമായി ഈ മണിയൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ ക്ലിനിക്കിൽ 25ഓളം ജീവനക്കാരുണ്ട്. എന്തായാലും വൈകിട്ട് 3 മണിയോടെയാണ് യുവാക്കൾ ഇവിടെ എത്തിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളായ യുവാക്കളാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ അക്രമികളെ പിടികൂടും എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിൽ ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അടിയന്തരമായി ഈ കുറ്റക്കാർക്കെതിരെ ഈ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നാട്ടുകാർ നടത്തുകയുണ്ടായി. എന്തായാലും പയ്യോളി പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശരി രതീഷ്, കോഴിക്കോട് വടകരയിലാണ് ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ ഗോപു കൃഷ്ണനെയാണ് ആറംഗ സംഘം ആക്രമിച്ചത്. 2 നഴ്സുമാർക്കും പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആ വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.